പറഞ്ഞിട്ട് കാര്യമില്ല. മോഹിത്ത് കയ്യിൽ പോയി തോന്നുന്നുണ്ട്. എന്തെറ്റി? ഞാൻ നല്ല അവനെ വിളിക്കാൻ വേണ്ടി വീട്ടിൽ പോയപ്പോൾ അവൻ വീട്ടിലിരുന്നിട്ട് ചൂണ്ടിട്ടുണ്ട്. ചൂണ്ടിട്ടുണ്ടെങ്കിലെന്തോ കുഴപ്പം? അച്ഛൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചോണ്ടെന്നാ മത്തി വീണ്ടും ചൂണ്ടിട്ട് പിടിക്കണതിൽ എന്തോ പ്രശ്നമില്ലേ അവന്? അവൻ ഡോക്ടറെ കാണിക്കാൻ പോയിക്കാ. ഡോക്ടറെ കാണിക്കാൻ പോയി. അല്ലടാ നീ ഡോക്ടറെ കാണിക്കാൻ പോയില്ലേ? അതെനിക്ക് തീരെ വയ്യാത്തോണ്ട് ഞാൻ പോയില്ലടാ. അല്ലടാ ഇവന് വയ്യാത്തോണ്ടല്ലേ അവൻ ഡോക്ടറെ കാണാൻ പോണത്. കൊറേ നേരം നിന്ന് പോസ്റ്റായ ഇല്ല വന്നിട്ട് തടിയൊക്കെ കുറഞ്ഞ് 6 പാക്ക് ആയില്ല ചുള്ളൻ. മറ്റേതാ ആഘോഷനാ. എടാ ഈ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അവസാനം കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ച ചിക്കൻ പീസ് ഇഞ്ചിയാണെന്ന് തിരിച്ചറിയുമ്പോ ഒരു ഫീൽ കിട്ടില്ലേ? റിസപ്ഷൻ ഡിപ്രഷൻ. എടാ അതിനൊരു പരിഹാരമുണ്ട്. ഞാനൊരു ടീമിനെ പരിചയപ്പെടുത്തി തരാം. നീ ഇവരെ കൊണ്ടുപോയിട്ട് അവിടെ ഒന്ന് കാണിച്ചു നോക്കി നോക്ക്. എന്താണ് ശരിക്കും പ്രശ്നം? എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഇതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ തെറാപ്പിയിലൂടെ. ഇത് ടീനേജിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് എസ്കേപ്പിസം. കുട്ടികളിൽ ഇത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് ടീനേജിലുള്ളവരാണ്. സ്ട്രെസ്, ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, നെഗറ്റീവ് തോട്ട്സ്, റിലേഷൻഷിപ്പ് പ്രോബ്ലം, അഡിക്ഷൻ, ഇവയിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാനേ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെറിയൊരു പ്രശ്നം പറയാനുണ്ട്. മോനൊന്ന് പുറത്തോട്ട് നിന്നോളൂ. അവൻ അങ്ങനെ പറഞ്ഞ പോകില്ല. എനിക്കിങ്ങനെ ആരെ കണ്ടാലും അപ്പൊ പ്രണയം തോന്നുന്നൊരു പ്രശ്നമാണ് എനിക്കുള്ളത്. അത് ഞാനിപ്പോ ശരിയാക്കില്ല. അകത്തേക്ക് വന്നോളൂ. ഇത്തരം പ്രതിസന്ധികളിലോട്ട് കുട്ടികൾ പോകാതെ അവർ സ്വയം പ്രാപ്തരാക്കാൻ വേണ്ടി ഞങ്ങൾ കൊടുക്കുന്ന കോച്ചിങ് പ്രോഗ്രാമാണ് സൂപ്പർ ടീം മാസ്റ്ററി. എല്ലാ ടീനേജേഴ്സിനും പങ്കെടുക്കാവുന്നതാണ്.